ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാ വ്ളോഗ്സ്. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായില്ലേ നമ്മളൊരു കുക്കിംഗ് വ്ളോഗ് ചെയ്തിട്ട്. അതെ, കുറേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഒരു കുക്കിംഗ് വ്ളോഗ് ചെയ്യാന്ന് കേട്ടോ. ഉണ്ണിവാവയ്ക്ക് പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറുപയർ പായസം എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. എനിക്കങ്ങനെ മധുരം ഇഷ്ടമല്ല, പക്ഷെ ചെറുപയർ പായസം മാത്രം എനിക്കിഷ്ടമാണ്. അപ്പോൾ ഉണ്ണിവാവയ്ക്ക് പാലട പായസമാണ് ഇഷ്ടം. പക്ഷെ എന്നാലും ചെറുപയർ പായസം കുറേ ദിവസമായിട്ട് എനിക്കും കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കത് ഉണ്ടാക്കാം. പിന്നെ ഒന്ന് രണ്ട് വേറെ കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ നമുക്കൊരു മിക്സ് ചെയ്തിട്ടൊരു വീഡിയോ കൊടുക്കാമെന്ന്. അപ്പോൾ എന്തായാലും വാവക്കുട്ടീനെ ഞാൻ കടയിലേക്ക് വിട്ടിരിക്കുകയാണ് കേട്ടോ. വാവക്കുട്ടി വന്നു. അപ്പോൾ എന്തായാലും വാവക്കുട്ടീനെ കാണിച്ചു തരാം. ഉണ്ണി കള്ളത്തി വീഡിയോ കൊടുക്കാന്നൊക്കെ വരാൻ പറഞ്ഞു. പിന്നെ അയ്യോ വയ്യെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ സന്ധ്യ നേരമായി, ഇനി വിളക്കൊക്കെ വെക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യാം. വാവക്കുട്ടി വന്നിട്ടുണ്ട്, വാവക്കുട്ടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ചിരവ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതാട്ടോ. ഞാൻ നമ്മുടെ ഇവിടെ ഉള്ളത് ഇരുന്ന് ചിരവുന്ന ചിരവ. അതിനൊരു കഥ ഉണ്ട്. വേറെ ഒന്നുമല്ല, പണ്ട് കുറേ നാളുകൾ വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നത്. ആ വായോ വാ, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇതെങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. സ്വത്തുമണി വന്നിട്ടുണ്ട്. വരുമ്പോഴത്തേനും സ്വീകരിക്കാൻ പോയില്ല വെച്ചിട്ട് ഒന്നല്ല, ഒരു കയ്യില് 20 മുട്ട, ഒരു കയ്യില് വലിയ കവറ്. പിന്നെ തുറന്ന മമ്മി ചെയ്തപോലെ ചെയ്യണം. ഹായ് പറയും. അതിന് ചരിഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ വെച്ചതല്ലേ. മമ്മി ചെയ്തപോലെ ചെയ്യണം. ഹായ് പറയലും മുട്ട പോലെ ആര് മമ്മി വെച്ചിരിക്കും. അല്ലേ, മമ്മി ചെയ്തത് ചെയ്യണം. ഹായ് പറയണം, മുട്ട തളർന്ന. അന്ന് ഓർമ്മയുണ്ടോ? ഞാൻ ഉണ്ണിയും കൂടെ ജിമ്മിന് പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ അറിയുന്ന ഒരാൾക്കാരനെ കണ്ടു. അപ്പോൾ ഹായ് പറയലും മുട്ട തളർന്നു പൊട്ടി. അപ്പോഴത്തേനും വാവക്കുട്ടി വന്നാട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ചിരവ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചൊരു ചിരവ നല്ലതാട്ടോ. ഞാൻ ഫസ്റ്റ് നമ്മളിവിടെ ഇരുന്ന് ചിരവുന്ന ചിരവ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇരുന്നൊക്കെ ചിരപ്പോൾ എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ണിവാവോടോ ഒക്കെ ചരിത്തരെ ചെയ്യുക. പിന്നെ നമ്മളവിടെ സഹായത്തിന് വരുന്നവർ പാവം, അവര് മൂർച്ചയില്ലെങ്കിലൊക്കെ അതിൽ തന്നെ ചിരകിയിട്ടുണ്ടായിരുന്നത്. അത് അച്ഛൻ തന്നതാട്ടോ പണ്ട് ചിരവ. എന്നൊക്കെ കുഞ്ഞാവേ അച്ഛൻ പണ്ട് കൊണ്ടുവന്ന് തന്നതാട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഒരു സെന്റിമെന്റ്സിൽ അയ്യോ നമ്മുടെ അച്ഛൻ കൊണ്ടുണ്ടായി കൊണ്ട് തന്നല്ലേ വെച്ചിട്ട് ഞാൻ അത് കളയാതെ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നാളും. പക്ഷെ ഇപ്പൊ അത് ഇരുന്ന് അത് കേടു വന്നു. എന്നിട്ട് പിന്നെ വീട്ടിൽ പോയപ്പോ അമ്മ വേറൊരു ചിരവ് തന്നു. അപ്പൊ ഞാൻ ആ സെന്റിമെന്റ്സിൽ ഇരിക്കേണ്ടായിരുന്നു. പക്ഷെ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ചിരവ് വാങ്ങിക്കാന്ന്. ഇപ്പൊ ഇത് എവിടെ വേണമെങ്കിലും വെച്ച് ചിരവാ, സുഖാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങ ചിരവുന്ന ഒരു ടാസ്കേ അല്ല കേട്ടോ. അപ്പൊ നമ്മൾക്ക് നാളികേരപ്പാൽ എടുക്കാം. വിളക്ക് വെക്കണേ, വിളക്ക് വെക്കാം. ഉണ്ണിക്കുട്ടിക്ക് പാവം എന്താ അറിയോ, എന്ത് കിട്ടാനിട്ടുള്ള പ്രശ്നം? ഉണ്ണിക്ക് ഇയർഫോൺ അല്ല, വൈറ്റമിൻസ്. വൈറ്റമിൻസിന് എന്താ വേണ്ടത്? ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. ഓക്കെ. എന്താ നോക്കുന്നേ? തീപ്പെട്ടി വാങ്ങി വെച്ചാലും ഇല്ലേ? തീപ്പെട്ടി കഴിഞ്ഞു എന്ന് ആന്റി പറഞ്ഞിരുന്നു എന്നോട്. വാങ്ങി വെച്ചാലും ഇല്ലേ, തണുക്കാണ്. ആണ്ടോ, തണുക്കുണ്ടോ? ആദ്യം വിളക്ക് എത്തിച്ചിട്ടല്ലേ അത് കത്തിക്കുക? പുറത്തേക്ക് ആക്കിയിട്ടെല്ലാം. ഇനി ഇവിടെ നമ്മൾ എന്താക്കും? സ്വർഗമാക്കും. കാരണം ഇതങ്ങ് കത്തിച്ച് വെച്ച് ഇവിടെ ഫുള്ള് ഫോഗ് വന്നിട്ട്. അത് കഴിഞ്ഞു. അത് ഇതിനകത്തുണ്ടോ? അതെ. അയ്യോ, അത് മമ്മി ഇങ്ങനെ രാവിലെയൊക്കെ കുളിച്ചതുപോലെ വെക്കും, എന്താ വിളക്ക് എത്തിക്കോട്ടെ. എന്നിട്ട് ഈ സംഭവം വെച്ചിട്ട് പോവും. നമ്മള് രാവിലെ ബെഡ്റൂമിൽ നിന്ന് ഉറക്കം എണീറ്റ് വരുമ്പോ ഇവിടെ സ്വർഗം പോലെ ഉണ്ടാവും. കാരണം ആ ഫോഗ് ഫുള്ളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് സ്വർഗത്തിലൂടെ നടക്കണ പോലെ ഉണ്ടാവും നമുക്ക്. നമ്മൾ
ഇടയ്ക്ക് ഒരു ഇങ്ങനെ കർപ്പൂരം കത്തിക്കുന്നത് നല്ലതാട്ടോ. ചെറുത് കാണിച്ചു തരാട്ടോ. വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി പായസത്തിനുള്ള ഏകദേശം സാധനമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണി എൻ്റെ അടുത്തൊരു സാധനം ചോദിച്ചിട്ട് നമുക്ക് അതും ഉണ്ടാക്കി കൊടുക്കാം. അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേനെ വിയർത്തിട്ട് കുളിച്ചു, അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ. എല്ലാം ഉണ്ണിവാവയ്ക്ക് വേണ്ടിയിട്ട്. ഏതൊരു സിനിമയിലില്ലേ അങ്ങനെ എല്ലാം ഇങ്ങനെ ആൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു സ്റ്റിക്ക്. അത് നല്ല, അത് നമ്മളിങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ സാമ്പ്രാണിയൊക്കെ പോലെ വേറൊരു സ്റ്റിക്ക് നല്ലതാ. പക്ഷെ അതവിടെ കഴിഞ്ഞു. ഒരു 2 ബോക്സാണ് ഞാൻ വാങ്ങിച്ചേ. പക്ഷെ അതുണ്ടോ നോക്കട്ടെ കേട്ടോ. ഞാൻ ഈ സാധനത്തിൻ്റെയൊക്കെ ലിങ്ക് കാണിച്ചാൽ കൊടുക്കാം കേട്ടോ. നല്ലയാ, ഞാൻ കാണിച്ചു തരാം. കുറച്ച് പുക വരുന്നുണ്ട് കേട്ടോ ഉണ്ണിമാ. ഇതുണ്ടോ, ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാ കേട്ടോ. അതുപോലെ ഇതിൽ വേറെ എന്താ ഉള്ളത്, ആ കുഞ്ഞു വിളക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ടേബിള് ഓൺലൈനിൽ വാങ്ങിച്ചതാ കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വാങ്ങിച്ചാൽ കൊടുക്കാം. പിന്നെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. എല്ലാ സാധനവും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി ചടപടേന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇത് നാളികേരപ്പാലാണ് കേട്ടോ. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്. പിന്നെ ശർക്കര ഞാൻ പാവാക്കി വെച്ചത് എന്താ വെച്ചാൽ ഈ ചില ശർക്കരകളിൽ കല്ലുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ അരിച്ചൊഴിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ചെമ്മീൻ റോസ്റ്റിക്കുള്ളത് റെഡിയാക്കി വെച്ചതാട്ടോ. ഇത് ഞാൻ വഴുതിനിങ്ങ വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് അതൊക്കെ. അപ്പം ഞാൻ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ പയർ നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്, കുക്കറിൽ വേവിച്ചിട്ട്. അപ്പം നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കണം. പണ്ട് ഞാൻ ഏട്ടൻ നാട്ടിൽ വന്ന സമയത്തേ ഒരു ചെറുപയർ പായസം വെച്ചൊരു കഥ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എന്തായാലും എൻ്റെ ഫേസ് കാണിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൽ ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ കുട്ടികളൊന്നും വീട് കൊടുക്കാനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒരു കൈ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാനത് ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പം തന്നെ പായസത്തിൻ്റെ ഒരു സെറ്റപ്പ് വന്നൂല്ലേ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റാവട്ടെ. അപ്പോൾ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് 1-ാം പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ സുന്ദരിനെ കാണിച്ചു തരാം കേട്ടോ. എന്താണ് സുന്ദരി, എന്തൊരു സങ്കടം. എങ്ങനെ ആലോചിക്കുക, ഒന്ന് ചിരിക്കി. വേറെ ചിരി, വേറെ എങ്ങനെ ആക്കണ്ടേ, ഇതെങ്ങനെ ആക്കില്ലേ, എങ്ങനെ എന്താണ് വേപ്പിലരിക്കണ്ടേ. ഓ, ഇത് വരച്ചന്ന് ഞാൻ പെടാതെ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചു കൊടുന്നതായിരുന്നു ഞാൻ. അതെ, ഞാനിത് ഉണ്ണിക്ക് ചെറുതായിട്ട് പീരീഡ്സ് ടൈമിൽ 1-2 പിമ്പിൾസ് വരും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ണിവാവയ്ക്ക് ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാ വെള്ളം പോയില്ലേ. അപ്പോൾ അവിടെ വെച്ചു മമ്മി ഇത് കയ്യിലാക്കി കഴിഞ്ഞ പായസമൊക്കെ കഴിക്കും. അപ്പം അമ്മ അതൊരു വിധം ആക്കിയിട്ട് ചോദിച്ചാ വെള്ളം എന്തേത് ചോദിച്ചാ കരച്ച്. ചെറുതെവിടെ, ചെറുതേ ചെറുത് ആരോടോ കത്തിവെച്ചോണ്ടിരിക്കുക കേട്ടോ. എന്താണ് വാച്ചൊക്കെ കെട്ടിയിട്ടേ ഇരിക്കുള്ളൂ പപ്പയെ പോലെ. പപ്പ വാച്ച് അടിക്കുന്ന കണ്ടിട്ടേ ഇല്ലല്ലോ, കുളിക്കും മാത്രമേ അടിക്കുള്ളൂ. എപ്പോഴും വാച്ച് കെട്ടും. വാച്ച് എന്നും ഉറങ്ങുമ്പോൾ കൂടി വാച്ച് കെട്ടും പറഞ്ഞ ആളാ. ഞാനൊരു ചോദിക്കുക എങ്ങനെ വാച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കണേന്ന്. ഫോൺ കേസ് പുതിയത് ഇട്ടാ കേട്ടോ. ഒരു പേജ് അയച്ചെന്നാണ് ഭംഗിയുണ്ടല്ലോ. കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ DM. പായസമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് തിളച്ചു പോയിന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ നന്നായിട്ട് ചെറുതിയിൽ ഇങ്ങനെ വേവട്ടെ. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരു കുറുകി സെറ്റായി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. അപ്പോൾ പണ്ടത്തെ പായസക്കഥ പറഞ്ഞുതരാം കേട്ടോ. ഏട്ടൻ നാട്ടിൽ വന്ന സമയം കേട്ടോ. അപ്പോൾ ഏട്ടന് പായസങ്ങളിൽ അരിപ്പായസമാണ് നല്ല ഇഷ്ടം. നമ്മൾ ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല കടുമുതിര പായസമില്ലേ, അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ ചെറുപയർ പായസം നല്ല ഇഷ്ടമാണ്. ഏട്ടൻ ചെറുപയർ പായസം ഇഷ്ടമാണ്, പപ്പടവും പഴമൊക്കെ കൂട്ടി കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനെന്ത് വിചാരിച്ചു, നാളികേരമൊക്കെ ചരുകി തരും പായസം വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം പായസം ഉണ്ടാക്കി.
അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറുപയർ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട്, ഇന്നല്ല അന്ന്. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കി. അപ്പൊ ഏട്ടൻ നാളേരും ചെറിയ തന്നിട്ട് ഒരു രാത്രി 10 മണിയൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചാണ് നമുക്ക് പായസം ഉണ്ടാക്കാന്ന്. ഏട്ടൻ നാളേരും ചെറിയ തീരുമാനിച്ച് ഞാൻ പായസം ഉണ്ടാക്കാച്ചിട്ട് അങ്ങനെ ഏട്ടൻ നാളേരൊക്കെ ചെറിയ തന്നിട്ട് കുളിക്കാൻ പോയിട്ടോ. കുളിച്ച് വരുമ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഞാൻ പായസം റെഡിയാക്കാന്ന്. ഞാൻ എന്താ ചെയ്തത്, ഈ നാളേര് പലക്കെ എടുത്തതിന് ശേഷം ഈ ചെറുപയർ കുക്കറിലിട്ട് വേവിച്ചതാണല്ലോ, അപ്പൊ അതിന്റെ എയറൊക്കെ പോയതിന് ശേഷം അത് ചൂടോട് കൂടിയിട്ട് മിക്സറിന്റെ ജാറിലേക്ക് ഇട്ടു. എന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു പുതിയൊരു അറിവായിരുന്നു കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയില്ല, അതെനിക്ക് സംഭവിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് എൻ്റെ ബുദ്ധിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഇതായി പോയി. ഞാൻ ആ ചൂടോട് കൂടിയിട്ട് ചെറുപയറിന്റെ ഒരു കറക്കിയൊരു ഓർമ്മ എനിക്കുള്ളൂ. അതങ്ങോട്ട് ഒരു സൗണ്ടോട് കൂടിയിട്ട് മിക്സിയുടെ ജാറ് അങ്ങോട്ട് മുകളിലേക്ക് പോയി. എൻ്റെ ഫേസിൽ ഇവിടെ ഒരു തുള്ളി ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇങ്ങോട്ട് കുറച്ച് താഴത്തേക്ക് ഇവിടെയും, പിന്നെ എൻ്റെ കയ്യിൽ ഇവിടെ, പിന്നെ കുറെ ഉണ്ട് കേട്ടോ. ഇവിടെ കാണുന്ന ഈ പാടൊക്കെ ഇപ്പോഴും അതിൻ്റെയാണ്. ഈ കയ്യിലും ഉണ്ട് കേട്ടോ. ഇപ്പോഴും എവിടെ എനിക്കിങ്ങനെ ഒരു ദേശം ഇങ്ങനെ പൊങ്ങി നിൽക്കണ പോലെ ഉണ്ടാവും. അങ്ങനെ ഏതോ ഒരു വീഡിയോയിൽ അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണ്. അത് പൊള്ളിയതായിരുന്നു. പിന്നെ അങ്ങനെ മൊത്തം എല്ലാം അങ്ങോട്ട് പൊള്ളിയിട്ട് ഞാൻ എന്താ അപ്പോഴും ചെയ്യുന്ന വെച്ചാൽ തേനെടുത്ത് തേച്ചുകൊണ്ടിരിക്കണം. ഇവരോട് ആരോടും പറയാതെ കേട്ടോ. തേൻ തേക്കുമ്പോഴും ഞാൻ ആരെയും വിളിക്കുന്നില്ല. ഏട്ടൻ കുളിക്കാനും കയറി ഉണ്ണിവാവ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അന്നൊക്കെ കുറച്ച് ചെറിയ കുട്ടികളാണ്. അവരെത്രയിലും അറിയോ, ഒരു 6-ലും 5-ലൊക്കെ ഉള്ള ഒരു പ്രായമാണ് കേട്ടോ. അവരിരുന്ന് പഠിക്കുകയാണ്. അപ്പൊ ഞാൻ എപ്പോഴും മിണ്ടുന്നില്ല. എന്നിട്ട് ഉണ്ണിയാണോ വാവയാണോ ഏട്ടനാണോ വന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. അടുക്കളയിൽ വന്ന് നോക്കണു, ഞാനിങ്ങനെ കാലില് ഇങ്ങനെ മുട്ടിൽ നിന്നിട്ട് ഇതിലൊക്കെ തേക്കി. അപ്പൊ ഇത് കണ്ടതും വാവയും ഉണ്ണിയും കൂടെ കരഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് എരിപൊരു സഞ്ചാരം എടുക്കാൻ തുടങ്ങി. ആ രാത്രിക്ക് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അശ്വനിയിലേക്കാണ് തോന്നുന്നു, ഒറ്റപ്പാലത്ത് കൊണ്ടുപോയുമ്പോഴേക്കും അങ്ങനെ പൊള്ളം പോലെ വന്ന് പിന്നെ 1 മാസം 1.5 മാസം എനിക്ക് ഡ്രസ്സ് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഈ വെറും തോർത്തുമുണ്ട് ഇങ്ങനെ പുതയ്ക്കും. മിഡി സ്കേർട്ടുകളൊക്കെ ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പറയില്ലേ, കുറെ അതിലങ്ങട് ഞാനങ്ങട് അങ്ങനെ ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഒരു പായസം വെപ്പുണ്ട്. അതെന്താ ജീവിതകാലത്തേക്കായി അത്, ആ ഒരു ഓർമ്മ. ഏട്ടൻ പറയും എപ്പോഴും, വേണ്ട പറഞ്ഞിട്ടും എന്താണ് വെച്ചതാണ് പറയും. അന്ന് നമ്മൾ ഈ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടിന്റെ ഓരോരോ ദിവസം പണികൾ നടക്കുമ്പോൾ എനിക്കൊന്നും ഒന്ന് കാണാനൊന്നും പറ്റുണ്ടായിരുന്നില്ല. കാരണം ഇതിങ്ങനെ പൊള്ളിയിരിക്കുകയല്ലേ ഉണ്ടായിരുന്നിട്ട് ഒരു ദിവസം എനിക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞ ഏട്ടൻ എന്നൊന്ന് കൊണ്ടുവച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ഡ്രസ്സൊക്കെ എങ്ങനെയൊക്കെയോ ഇട്ടിട്ട് ഇങ്ങനെ മൂടിപ്പൊതിച്ച് ഷോളൊക്കെ മൂടിപ്പൊതിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ ഓർമ്മകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഉണ്ണിയോട് ജസ്റ്റ് ഒന്ന് ചോദിക്കാട്ടോ. ഉണ്ണിക്ക് ഓർമ്മ ഉണ്ടോന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. എന്നാൽ നമുക്കൊന്ന് ചോദിക്കാം. പിന്നെ മമ്മി ഒരു കാര്യം ചോദിക്കട്ടെ. മമ്മിയുടെ മമ്മി പായസം ഉണ്ടാക്കിയിട്ട് മമ്മിക്ക് പൊള്ളിയത് എനിക്ക് ഓർമ്മ ഉണ്ടാ? അന്നത്തെ ദിവസത്തെ ഓർമ്മ എന്താണ്? അന്നത്തെ ദിവസത്തെ ഓർമ്മ പപ്പ ഉണ്ടായിരുന്നു നാട്ടില്. പപ്പ കുളിക്കാൻ പോയ സമയമാണ്. അതൊക്കെ ഞാൻ പറഞ്ഞു ഓൾറെഡി. ഉണ്ണിയുടെ ഓർമ്മ എന്തായിരുന്നു? ഉണ്ണി പഠിക്കുകയുണ്ടായിരുന്ന എന്തോ ആയിരുന്നു. പിന്നെ മമ്മി ശരി, നിങ്ങൾ വരുമ്പോ ഞാൻ എന്താ ചെയ്യണ്ടായിരുന്നു? വൃത്തിയാക്കല്ലേ, തേര് തേക്കുക, പൊള്ളി അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു. പിന്നെയാണ് പൊള്ളിയത് നമുക്ക് അപ്പൊ തന്നെ ഇതാവില്ലല്ലോ. പിന്നെയാണ് നമ്മുടെ അവിടെയും ഇവിടെയൊക്കെ വീർത്ത് വരാൻ തുടങ്ങി. പിന്നെ പപ്പ 2 മാസത്തിന്റെ ലീവിനാ വന്നിട്ടുണ്ടായിരുന്നത്. ആ 2 മാസവും മമ്മിക്ക് പൊള്ളിയിട്ട് കിടക്കായിരുന്നു. മമ്മി ഡ്രസ്സൊന്നും ഇടാൻ പറ്റാതെ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു അല്ലേ നിസാര. സത്യം ഓർക്കാണെങ്കിൽ അങ്ങനെ കുറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെമ്മറീസ് നമുക്കുണ്ട്. പക്ഷെ അത് നമ്മളിപ്പോ ഓർക്കുന്നില്ല. അത് സത്യം നമ്മുടെ കഷ്ടങ്ങളും നമ്മൾ എത്ര വേദനയിലൂടെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ മറക്കൂല. ദൈവം നമുക്ക് പാവം പപ്പയായിരുന്നു എല്ലാ ജോലിയും ചെയ്യണ്ടേ. ഞങ്ങളെല്ലാം സ്കൂളിലേക്ക് അയക്കുക. എന്നാണ് നമ്മളെ വീടിന്റെ പണി ഒരു ഇതിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞങ്ങളെല്ലാം കുക്ക് ചെയ്യുക, അത് ചെയ്യുക, എല്ലാം പെർഫെക്റ്റ്. പാവം ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് അതൊക്കെ ഓർത്ത സങ്കടം വരും. ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് ജ്യൂസ് അടിച്ചു കൊടുക്കുക, എല്ലാം പപ്പയായിരുന്നു. ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് എന്താണ് ഫുഡൊക്കെ എടുത്ത് വെച്ച് ടേബിളിലെടുത്ത് വെച്ചിട്ട് വീടിരിക്കൽ ക്ഷണിക്കാൻ പോയതാ. ദൂരത്തിൽ എവിടെ പോയിട്ട് വരുമ്പോഴത്തേന് ഫുള്ള് മഴ. മമ്മീനെ പേടിന്നിട്ട് ആ മഴയെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പാവം. അതൊക്കെ ആലോചിക്കും എനിക്ക് വിഷമം വരും കേട്ടാ. അതുകൊണ്ട് നമുക്ക് വിഷമിക്കണൊക്കെ ഇങ്ങോട്ട് മാറ്റിയേക്കാം അല്ലേ? പായസം ഇന്ന് വെക്കുമ്പോഴേ ആ ഒരു ഓർമ്മ. ചെറുപയർ പായസാണോ? അന്നും അതെ, ആ ഒരു ഓർമ്മ. സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചതാ. അല്ല, ഒരു ദിവസം ഉണ്ടാക്കി നമ്മള്.
എന്നിട്ട് പിറ്റേ ദിവസം പപ്പ വേണ്ട പറഞ്ഞതാ. ഇല്ല ഏട്ടാ, കുറച്ച് ബാക്കി ചെറുപയറുണ്ടല്ലോ, നമുക്ക് പപ്പടവും പഴവും കൂടി ഇന്നും കഴിക്കാച്ചിട്ട് ഉണ്ടാക്കിയതാ. പക്ഷെ അതെനിക്ക് വരാനുള്ളതാ കേട്ടോ, അതൊക്കെ അനുഭവിക്കാനുള്ളതാണ്, അതുകൊണ്ടാണ്. പക്ഷെ ഇവർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ പായസം. ഇവർക്ക് അടപ്രഥമനാണ് നല്ല ഇഷ്ടം. പക്ഷെ എന്നാലും ഇടയ്ക്ക് കുറച്ചൊക്കെ കുടിക്കും. ഏട്ടനും എനിക്കും ഇഷ്ടമാണ് ചെറുപയർ പായസം. പിന്നെ ഏട്ടന്റെ ഫേവറേറ്റ് പായസം ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അരിപ്പായസമാണ്. പക്ഷെ എനിക്ക് അരിപ്പായസം, ഗോതമ്പ് ഇതൊന്നും ഇഷ്ടമല്ല. ഞാൻ ആകെ കുടിക്കുകയാണെന്ന് വെച്ചാൽ കുറച്ച് ചെറുപയർ, അത് എനിക്ക് പപ്പടമൊക്കെ ഇട്ട് പഴമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ചില ആൾക്കാർ ചോദിക്കും, ചില ആൾക്കാർക്ക് ഇത് വശമുണ്ടാവില്ല കേട്ടോ, ഈ പപ്പടവും പഴവും പായസം കൂടെ കഴിക്കുന്നത്. പക്ഷെ ഒരുപാട് ആൾക്കാർക്കത് ഇഷ്ടപ്പെട്ടൊരിതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ. അപ്പം എന്തായാലും നമ്മുടെ പായസം ഏകദേശം ആവട്ടെ. നമുക്ക് ഞാൻ വഴുതിനിങ്ങ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടണം. കുറച്ച് ഇടാവൂ, ഒരുപാട് ഇട്ടാൽ നന്നായിട്ടുണ്ടാവില്ല. എണ്ണ ചൂടായിട്ടില്ല കേട്ടോ. എണ്ണ ചൂടായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്, കരിയാനും പാടില്ല. അതാണ് ഇതിൻ്റെ ഒരു ഇത്. നമ്മളിതിലേക്ക് ഈ വഴുതിനിങ്ങ ഇടണം കേട്ടോ. നമ്മൾ ഒരു വട്ടം ചെയ്ത് നോക്കണം. നമ്മൾ കഞ്ഞിക്കും പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ അടിപൊളി. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. ഇത്തിരി ഉപ്പിടാം കേട്ടോ. ശകലം ഇട്ടാൽ മതി, നമുക്ക് ആവശ്യമുണ്ട് ചേടാം. ഇനി ഇത് ഇളക്കിയിട്ട് തന്നെ വേവിക്കുന്നത്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ ഈ പാൻ ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചാണ്. വാങ്ങിക്കുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം അടിപൊളിയാണ്. ഇങ്ങനെ അടുക്കി പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. അത് നോൺ സ്റ്റിക്കും അല്ല, എന്നാൽ നോൺ സ്റ്റിക്കാണോ അതൊന്ന് ഇരുമ്പ് പാത്രവും അല്ല, അങ്ങനത്തെ ഒരു ഇതും സംഭവം കേട്ടോ. പക്ഷെ അടിപൊളിയാണ്. ചെമ്മീൻ ഇത്രയും ഉള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4-5 വട്ടമൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഈ ഉണക്കമീൻ നമ്മൾ അത്രയും വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതുണ്ടാക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ചെറിയുള്ളിയാണ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് വഴണ്ടി വരട്ടെ കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇതൊക്കെ നമ്മളുടെ എരിവിന് ആവശ്യമാണ്. ഒരു ശകലം മുളക് പൊടി കേട്ടോ, ഒരു ഇത്തിരിയാണ്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചെമ്മീനേ ഉള്ളൂ. അപ്പം അതൊക്കെ അതിനനുസരിച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യാനുസരണം കൂട്ടിക്കോളൂ, കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇടണം. ഞാൻ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം കാണിച്ചതാണ് കേട്ടോ. ഞാൻ ഈ 2 മല്ലിയില ഒരു കറിവേപ്പില എടുത്ത് കഴുകിയിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് തിരിയുണ്ടായിരുന്നു. ഞാൻ അറിയാതെ അത് ഫുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്കത് ഓർമ്മയില്ല. ഇപ്പം അതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കരിഞ്ഞങ്ങോട്ട് കരിവണ്ട് പോലെ ആയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ചെമ്മീൻ ഇട്ടില്ല കേട്ടോ. ചെമ്മീൻ ഇട്ടില്ല. അപ്പം അതുകൊണ്ട് മസാല നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. ചെമ്മീൻ ഇട്ടുണ്ടെന്ന് വെച്ചാൽ ആകെ പെട്ടായിരുന്നു. കാരണം നമുക്ക് 2ാം വട്ടം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ഇതിന് മസാല ഉണ്ടാക്കണം എന്നല്ലേ ഉള്ളൂ. നമ്മളെന്താ പറയില്ലേ, 2ാം പണിന്ന് ആണ്. എങ്കിലും കുഴപ്പമില്ല. എൻ്റെ കുട്ടി പാവം ഇതും കാത്തിരിക്കുകയാണ്. ഇതുണ്ടെന്ന് വെച്ചാൽ അവൾക്ക് വേറെ ഒന്നും വേണ്ട. രാവിലത്തെ കറികളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് അഡീഷണൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ പായസക്കുട്ടൻ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1ാം പാൽ ഒഴിക്കാം കേട്ടോ. 1ാം പാൽ വെച്ചിട്ട് അങ്ങനെ വേറെ ഒന്നുമല്ല കേട്ടോ, ഞാനൊക്കെ മിക്സിയിൽ തന്നെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് കരിഞ്ഞ കഥ ഉണ്ണിയോട് പറയാം. ഇനിമാ ഞാനൊരു കാര്യം പറഞ്ഞ വിഷമാവോ? കരിഞ്ഞോ നല്ലതുമാണ് പറയണമെങ്കിൽ മാമ ഇങ്ങോട്ട് വരുന്നുണ്ട്. അടാ ചെമ്മീൻ്റെ അത് അങ്ങനെ കരിഞ്ഞു പോയി റോസ്റ്റ്. ഞാൻ കറക്റ്റായിട്ട് ഗസ് ചെയ്തതാണ്. ഉണി സങ്കടമൊന്നും ഇല്ലല്ലോ? നല്ല സങ്കടമുണ്ട്. മന്തി അതെന്താ സംഭവിച്ചാ, ഞാൻ ഒന്നിങ്ങോട്ട് തിരിഞ്ഞതാ കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ടേ. ആ ഒരു സെക്കൻഡില് വലിയ അടുപ്പിലെ വെച്ചണേ, അത് ഫുള്ളിലായിരുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ നല്ല മസാല ഗ്രേവി ആയിട്ട് വന്നതാ. എന്തൊരു കഷ്ടം നോക്കി നോക്കും. ഉണ്ണി ചെമ്മീൻ ഇട്ടില്ല എന്തെങ്കിലും ചെയ്യായിരുന്നു. ആകെ 2 ചെമ്മീനേ ഉള്ളൂ, അതിൽ ഇട്ടുപോയി. ഇനിയിപ്പോൾ ഉണ്ണിന്ന് ചെമ്മീൻ വാങ്ങിച്ചിട്ട് വരുമെന്നാ. ഇവിടെ എവിടെ കിട്ടുക? ഞാൻ വലിയമ്മയുടെ നിന്ന് കൊണ്ടുവന്നതാ. ഉണ്ണിച്ചക്കൻ്റെ അവിടെ നിന്ന് കടയിൽ നിന്ന് എടുത്തിട്ട് വന്നതാ. ഇവിടെ ഒറ്റപ്പാലം പോകണം, ഇവിടെയൊക്കെ കടവല്ലേ. ഞാൻ ഉണ്ണി ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണേ രാവിലത്തെ. ഇനി മന്തി ഓർഡർ ചെയ്യണേ ഓർഡർ ചെയ്ത് തന്നാ. ഇനി ഓർഡർ ചെയ്യണം പറഞ്ഞില്ലേ? അത് പറഞ്ഞിട്ടാ. പെട്ടെന്ന് മൈൻഡ് മാറിയതാണ്. ശരി, പായസം കുടിക്ക്. വഴുതിരിങ്ങ റോസ്റ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അത് മതി. നല്ല കുട്ടി. മമ്മിക്ക് വിഷമായി അങ്ങോട്ട്. അത് കാണിച്ചോണ്ട് കൊണ്ടുവന്നിട്ട ചട്ടി വീഡിയോയിൽ എടുത്ത് കാണിച്ചു.
ശരി, വീഡിയോ എടുത്തിട്ട് വന്ന് കാണിച്ചു തരാം. വീഡിയോ എടുത്തുകൊണ്ട് കാണിച്ചു കൊടുക്കാം. ഞാൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടായിരിക്കുന്നു, പക്ഷെ മൊത്തം കരിഞ്ഞു പോയി ആൾക്കറിയില്ലല്ലോ. ഉണ്ണിമ്മ വീഡിയോ അയച്ചിട്ടുണ്ട്, നോക്ക്. ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കണ്ട കേട്ടോ. വീഡിയോ അയച്ചിട്ടുണ്ട്, നോക്ക്. മീനൊക്കെ കരിഞ്ഞു. മീനില്ല, മീൻ ഇട്ടിട്ടില്ല. കൂട്ടാതൊക്കെ കരിഞ്ഞു പോയി. എന്നാലും എന്തേലൊക്കെ ചെയ്ത് തരുന്ന എനിക്കറിയാം. ആ വഴുതിനി റോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കൂട്ടി തരാം കേട്ടോ. ഏറ്റില്ല കേട്ടോ, വിശ്വസിച്ചില്ല. എന്തായാലും നമുക്ക് ഇനി അടുത്ത ഇതിനുള്ളത് ആദ്യം ഉള്ളിയിൽ നിന്ന് നേരാക്കട്ടെ. വെളുത്തുള്ളിയൊക്കെ നേരാക്കും, കുഞ്ഞു കുഞ്ഞു വെളുത്തുള്ളി കേട്ടോ. ഇങ്ങോട്ട് വാ. വെളുത്തുള്ളി പറഞ്ഞ ചെറുതല്ലേ, നേരാക്കാൻ നല്ല പാടാട്ടോ. കളിക്കാൻ പറ്റോ? നല്ല പാടാട്ടോ നേരാക്കാൻ വേണ്ടിയിട്ട്. കഷ്ടപ്പെട്ട് നേരാക്കി ഒക്കെ പോയി, വെള്ളത്തിൽ പോയില്ലേ. ഞാൻ ആദ്യം നേരാക്കട്ടെ. ഇത് ചുണ്ടുമണി, നീ ചുണ്ടു. 2 ദിവസം കഴിഞ്ഞാ എന്താ ചെയ്യാ? ഇവർക്ക് എന്നില്ലേ, ഞാൻ വീട്ടിലുള്ള പേപ്പർ എന്നോട് തള്ളിടാൻ വരാം. ഇനി ആളോട് തള്ളിടാൻ വരും. ഓക്കെ. അപ്പൊ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നേരാക്കി കഴിഞ്ഞു. ആ പാത്രത്തിൽ തന്നെ ഞാൻ വെച്ചു കേട്ടോ. അങ്ങനെ പാടില്ല. അപ്പൊ അത് കഴുകിയിട്ട് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു, അത് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കറിവേപ്പില ഇടുന്ന വരെയുള്ളത് കാര്യങ്ങൾ ഞാൻ ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് കാണിക്കാം. ഇല്ലച്ച നിങ്ങൾക്ക് രണ്ടും കൂടി ആകുമ്പോൾ അതൊരു കൺഫ്യൂഷനാവും. അപ്പം ഞാൻ അത് വരെയുള്ളത് ചെടപെടേന്ന് വേഗം ചെയ്യട്ടെ. ഈ ഒരു വിഷമം വല്ലാത്തൊരു വിഷമം കേട്ടോ. നമ്മൾ ലാസ്റ്റ് വരെ കൊണ്ടെത്തിച്ചിട്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ പറഞ്ഞ പോലെയാണ്. കാരണം അതിൽ ലാസ്റ്റ് സ്റ്റേജ് ആട്ടോ. ഞാൻ മീനങ്ങോട്ട് ഇടുക വേണ്ടിയിരുന്നുള്ളൂ, അപ്പോഴത്തേനാണ് അത് കരിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. നമുക്ക് അടുത്തത് സ്റ്റെപ്പ് വെക്കുക, അതല്ലേ. അപ്പോൾ എന്തായാലും സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്നൊന്ന് റെഡിയാക്കിയിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട് കേട്ടോ. മറ്റേത് കരിഞ്ഞു പോയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ. ഇനി നമ്മളിതിലേക്ക് ഒരു തക്കാളിയുടെ ഒരു ജ്യൂസ് കേട്ടോ, കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. നമ്മൾ അരച്ച് ചേർക്കുകയൊക്കെ ചെയ്ത് അധികമാവും കേട്ടോ. ഇതൊരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇടാത്തത് കൊണ്ടാണ് നമുക്കിത് 2ാം വട്ടം വെക്കേണ്ടി വന്നത്. ചെമ്മീൻ ഇട്ടാന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നന്നായിട്ട് വേവട്ടെ കേട്ടോ. തുള്ളി വെള്ളം തെളിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേവാനല്ല കേട്ടോ, എനിക്കത് വേവാൻ ഒത്തിരി പാടാം. അപ്പോൾ ഇത് നമ്മൾ വഴുതിനിങ്ങ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടെ ആവട്ടെ കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകി വയ്ക്കാം കേട്ടോ. ഇതിട്ട് നാളെ ചേച്ചി വരുമ്പോഴേക്ക് കുറേ പാത്രങ്ങളുണ്ടാവും. അപ്പം അതെനിക്ക് സങ്കടമാണ്. അപ്പം നമ്മളെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, ഇനി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പപ്പടം കാച്ചാട്ടോ. ഞാൻ പറഞ്ഞല്ലോ പായസത്തിന് പപ്പടം വേണമെന്ന്. പാകുട്ടിക്ക് ഇഷ്ടമാട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു കേട്ടോ. വേർത്ത് കുളിച്ചു. ഇനി ഇതൊക്കെ എൻ്റെ മക്കൾക്ക് കൊടുത്താലാണ് എനിക്കൊരു സമാധാനമാവുള്ളൂ. അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അപ്പം ഇത് നമ്മൾ വഴുതിനിങ്ങയാണ്. ഇതാണ് നമ്മളുടെ റോസ്റ്റ്, ചതിച്ച റോസ്റ്റ്. ഇതാട്ടോ പായസം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ വെച്ചത് എന്താ വെച്ചാൽ നാളെ സഹായത്തിന് വരുന്ന ചേച്ചിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം നാളേക്ക് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്നും കൂടെ. പിന്നെ നമ്മുടെ പപ്പടം. അപ്പം ഇനി വേഗം ഉണ്ണിവാവയ്ക്ക് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഉണ്ണിവാവയോട് നമുക്കിപ്പോൾ കഴിക്കാൻ വേണോ ചോദിക്കാം. ചെമ്മീൻ റോസ്റ്റ് ഇല്ല. അയ്യോ കുട്ടിക്ക് അത് അരച്ചെന്നില്ല അല്ലേ? പരിച്ചേരാ കേട്ടോ. അല്ല ഇപ്പം അരച്ചേരാ. ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കലേ കഴിഞ്ഞു. ജ്യൂസ് അല്ലല്ലോ ഇപ്പൊ ഫുഡല്ലേ കഴിക്കണത്. അതെ ഇപ്പൊ അത് അരച്ചുതരാം. മറ്റേ ഉണക്കമീനല്ലേ കരിഞ്ഞിട്ടുള്ളൂ, അത് പോയി വേറത്. നമ്മൾ നല്ല റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വഴുതിനിങ്ങ നമ്മുടെ ഇപ്പോഴും എന്റെ മനസ്സില് മീൻ കരിഞ്ഞിട്ടില്ല. അയ്യോ കാണിച്ചു തന്നില്ലേടാ. അതില് മീൻ കണ്ടില്ല. അതൊക്കെ കരിഞ്ഞു, ചെറുതല്ലേ കുഞ്ഞ്. അവളെ പോലെ പൊട്ടിയല്ല. ഭാവിക്ക് എന്താ അതിൽ പറയാനുള്ളത്?
ചാർജ് ഇല്ല. നേരത്തെ വന്നിട്ട് പറയണേ ചാർജ് ഇല്ല. എന്താ പറഞ്ഞു നിക്ക്, എന്റെ ഫോണിൽ ചാർജ് ഇല്ല, ആ ഗ്യാപ്പിൽ കുറച്ച് പായസം തരുമോ, ആ ഗ്യാപ്പിൽ ഞാൻ കുടിക്കട്ടെ എന്ന്. എന്താ അറിയോ, എന്റെ ചെരുപ്പ് എവിടെ? അതിട്ടോ. കുഞ്ഞാവേ ചോറ് തരട്ടെ, കുഞ്ഞാവേ ചോറ് തരട്ടെ. ഓക്കെ, എന്നിട്ട് പായസം കൊച്ചാ പപ്പടൊക്കെ ഉണ്ട്. ചെറുപഴം വാങ്ങിച്ചിട്ട് വന്നില്ലല്ലോ. ചെറുപഴം ഇല്ല. അതെ, എന്തൊരു സങ്കടം. തല വേദനിക്കുന്നു. ആ, എങ്ങനെ വേദനിക്കാതിരിക്കുക? ഇയർഫോണും കുത്തി ഇങ്ങനെ 2 മണിക്കൂർ ഇങ്ങനെ കത്തിവെക്കലുണ്ടായിരുന്നേ. എഡിറ്റ് ചെയ്യായിരുന്നു, ചാർജും ഇല്ല. അതെ, എഡിറ്റ് ചെയ്യായിരുന്നോ? അപ്പൊ സാരില്ല, ചോറ് തരപ്പാ. അപ്പൊ ഇതാട്ടോ ചോറ്. ചോറ് പിന്നെ അത് ഉച്ചത്തെയാണ് കേട്ടോ. ബീട്രൂട്ട് തോരൻ, ചെമ്മീൻ റോസ്റ്റ്, വഴുതിനിങ്ങ, പിന്നെ ഇത് ഞാൻ തന്നെ ഇട്ട കണ്ണിമങ്ങയാണ് കേട്ടോ. പിന്നെ അതും ഞാൻ ഇട്ട നെല്ലിക്കയാണ്. പിന്നെ 2 മുളക്, ഇത് നമ്മൾ ഉണ്ണിച്ചക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരു പപ്പടം, ചെറുപയർ തോരൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാൻ വേണ്ടി മറന്നു, പിന്നീടാണ് ഞാനത് ഓർത്തത്. അപ്പോൾ പായസം ഉണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് കഴിക്കാം. അപ്പോൾ ആ കുട്ടിയോട് തളർന്നിരിക്കേണ്ട 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നാൽ മതി വെച്ചിട്ട് നടക്കുക, ഞാനും വരാം. അപ്പോൾ ഇതവർക്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അവർ പറയട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഈ കറി ഒഴിച്ചാൽ ചിലപ്പോൾ ഇഷ്ടമാവില്ല, കാരണം ഇവർ ഈ റോസ്റ്റ് കൂട്ടി കഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ എന്തെങ്കിലും തരികട പറഞ്ഞാൽ ഞാൻ ഈ ചോറെടുത്തിട്ട് അവർ വേറെ എടുത്തുകൊണ്ട് പോയി പണിയൊക്കെ പറയും നമുക്ക്. അപ്പോൾ വാവച്ചി ഉറങ്ങുന്നുണ്ട്, നായ്ക്കൾ വന്നിട്ട് വെച്ചിട്ട് ഉണ്ണി ആട്ടി വിടാൻ വേണ്ടി. ഇതെന്താ ഉണ്ണിമാ ഷൂ? അത് പപ്പ വാങ്ങിച്ചു തന്ന ഷൂ ആണെന്ന് പറഞ്ഞിട്ട് നായ എന്തെങ്കിലും കടിച്ചോണ്ടായി പിന്നെ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതെടുത്ത് അതിൻ്റെ അകത്തേക്ക് കണ്ട ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാൽ തന്നെ ഇല്ലേ, ആ ഒരു ഗേറ്റിൻ്റെ ഗ്യാപ്പ് കൂടെ നായ്ക്കൾ വരും കേട്ടോ. അതും നായ്ക്കളുടെ കൂത്താണ് ഇവിടെ, കൂത്ത്. പിന്നെന്താ അറിയോ, നമുക്ക് നല്ല പ്രൊട്ടക്ഷനാട്ടോ അതുകൊണ്ട് നമ്മൾ സഹിച്ചു കൊടുക്കാം. പിന്നെ ഉണ്ണി കാർ പോർച്ചിൻ്റെ അടുത്ത് ലൈറ്റ് ഇട്. പിന്നെ എൻ്റെ ചെടികളൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മളിതിനെ എടുത്ത് വെയിലത്തേക്ക് വയ്ക്കും. ഇനിയാണ് നമ്മളിതിനെ എടുത്ത് ഈ സൈഡിലേക്ക് വയ്ക്കും. ഉണ്ണി എല്ലാവരുടെയും ഇങ്ങനെ തന്നെ ലൈറ്റ് ഇട്, ആ സൈഡത്തെ ഇട്, റൂമത്തിട്. അപ്പോൾ നമ്മുടെ ചെടികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടതൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചെടി മാത്രം പോയി കേട്ടോ. ഇതും ആ ഒരു ചെടിയും കുറച്ചൊരു ഉണക്കം തട്ടിയിട്ടുണ്ടായിരുന്നു, ബാക്കിയൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ നല്ല എനർജി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അവിടെ കണ്ടോ, അവിടെ 2-3 ചെടിയുടെ ഗ്യാപ്പില്ലേ, അപ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതൊക്കെ നോക്കി എന്ത് ഭംഗിയാ നോക്കിയേ. ഇത് നല്ല രസമുണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് ഇട കലർത്തിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇവിടുത്തെ മുകളിൽ നിന്ന് എന്തൊക്കെയോ വീഴുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഇത് എവിടെ നിന്നൊക്കെയോ വീഴുന്നത്. കണ്ടോ ഈ ഹോസ്, എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിൻ്റെ ഇത് വെച്ചതിൻ്റെ അവിടുത്തെ എവിടെ നിന്ന് എന്തൊക്കെയോ വീഴുകയെന്നാണ് കേട്ടോ. മുരിങ്ങക്കായ് ഇപ്പോഴും ഉണ്ട്, കുറേയൊക്കെ പൊട്ടിച്ചു കൊടുത്തു. ഇത് നമുക്ക് പൊട്ടിക്കാനും കുറച്ച് പാടാണേ. അങ്ങനെ ഇതാണ്ട് ഇവിടെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതാണ്ട് ആ ചെടി, ഈ ചെടിച്ചട്ടിയിൽ ചെടിയൊക്കെ പോയണം കേട്ടോ. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഇവിടെ നിന്ന് അത് വയ്ക്കണം. അങ്ങനെ ചെടിപ്രാന്തത്തിയാണ് കേട്ടോ ഞാൻ. എത്ര ചെടികൾ കിട്ടിയാലും എനിക്ക് മതിയാവില്ല. ഇതിലൊക്കെ റോസ് നോക്കി. ഇതിന് മുൻപ് നമ്മുടെ വീട്ടിലില്ലേ റോസ് മാത്രം വെച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു ദിവസം 50-100 പൂവൊക്കെ ഉണ്ടാവും. ഒരു ദിവസമല്ല, റോസ് വിരിഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസം നിൽക്കുമല്ലോ. അപ്പോഴേക്കും പുതിയ പൂ വിരിയും. അങ്ങനെ ഇനിയും കുറേ ചട്ടികൾ കാലിയുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ വെക്കണതൊക്കെ ചേർത്തിയൊക്കെ വെച്ചതൊക്കെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മളൊരു കമൻറ്റ് കണ്ടിരുന്നു, മമ്മിക്ക് ചെടികൾ ഇഷ്ടമാണില്ലേ, അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇടുക വെച്ചിട്ട്. ഈ ചെടിച്ചട്ടികളിലൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം കേട്ടോ. അത് ഞാൻ മഴക്കാലമാകുമ്പോഴത്തേനും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും എൻ്റെ ഹെൽത്തൊക്കെ എന്നെ സമ്മതിക്കുകയാണെന്ന് വെച്ചാൽ ചെയ്യണം. ഇവിടെ നമ്മളൊരു തെങ്ങല്ലേ ഉണ്ടായിരുന്നേ, ആ തെങ്ങ് ഉണങ്ങിപ്പോയിട്ട് ഇപ്പോൾ അവിടെ പുല്ല് വന്നതാണ് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് പുഴകി കളഞ്ഞിട്ട് അവിടെ എന്താ പറയുക, ആ പുല്ലന്നെ ആ ഒരു തെങ്ങന്നെ വെക്കണം. പിന്നെ താഴെയുള്ള കല്ലുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തരണം. ഇവിടെയൊക്കെ ഉണ്ട് തുമ്പയുടെ ചെടി നിറയെ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ എപ്പോഴും പറഞ്ഞ തുമ്പ വീട്ടിനകത്തുള്ളത് നല്ലതാണ്, പൊട്ടിച്ച് കളയണ്ടെന്ന്. അതിനുശേഷം അവിടെ പൊട്ടിച്ചില്ല. പക്ഷെ എന്താ അത് നിറച്ച് വിത്തിട്ടിട്ട് ഇതിന് മുകളിൽ മൊത്തം തുമ്പേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെയും കുറച്ച് ചട്ടികളൊക്കെ കാലിയുണ്ട്. അതുകൊണ്ട് ഇവിടെ 3 ഉള്ളൂ, അവിടെ 2 വരണം. പിന്നെ അവിടെ കുറേ കാലിച്ചട്ടികളുണ്ട്, അവിടെയൊക്കെ അങ്ങനെ ഇനി വെക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് ഉണ്ണിവാവയ്ക്ക് കൊടുക്കാം. വേർത്തു കേട്ടോ, പുറത്ത് വന്നപ്പോൾ ഒരു ആശ്വാസം. പക്ഷെ ഒരു കാറ്റൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇനി ഞാൻ കുറച്ച് നേരം ഫാൻ ഇട്ടിട്ട് തന്നെ പോയിരിക്കട്ടെ.
അവർ കഴിച്ചിട്ട് അവർ റിവ്യൂ ചോദിക്കുക. അതോടുകൂടിയിട്ട് ഞാൻ ഈ വ്ളോഗ് നിർത്തും. പിന്നെ നമുക്ക് അടുത്ത വ്ളോഗായിട്ട് വരാം. TV വെച്ചു കേട്ടോ. TV എന്താ വെച്ചിട്ട് ഓഫ് ചെയ്തിടണമല്ലോ. സീരിയൽ കാണുക. പിന്നെ കുഞ്ഞാവ് വീണ്ടും ഉറങ്ങി. എന്നാൽ ശരി, ഫുഡ് എടുത്തിട്ട് കൈ കഴിയോ? ഉണ്ണിമ പപ്പടം കഴിക്കില്ല കേട്ടോ. പാവക്കുട്ടി ഉറങ്ങിയില്ല. എന്തായാലും 5 മിനിറ്റ് ഉറങ്ങട്ടെ. എന്താണ് എനിക്കറിയാം മമ്മി. കരിഞ്ഞ മറ്റേനെക്കാട്ടിലും ടേസ്റ്റ്. അതിനത് കണ്ടോണ്ട് കിട്ടിയോണ്ട് അല്ല, കരിയാണ്ട് ഉണ്ടാവണേക്കാട്ടിലും ടേസ്റ്റ്. മുന്നേ ഇത് കരിഞ്ഞതൊക്കെ കളഞ്ഞു. എന്നിട്ട് ആദ്യം ഉണ്ടാക്കിയതാ. ഉള്ളി ഇവിടെ നിന്ന് നേരാക്കിയില്ലേ, അതില് ചെയ്യാൻ പറ്റുമോ? അത് കരിഞ്ഞിട്ട് എന്തിനേം പറ്റുമോ? പായസം അവിടെ ഉണ്ടേ. ആ വഴുതിനെയും മാത്രം ഒന്ന് കഴിച്ചിട്ട് പറയാം. ഇതാണ് എന്റെ ഫേവറേറ്റ്. തൂക്കി ചുവന്ന് തൂക്കി സൂപ്പർ. അതെയോ? എക്സലന്റ്. എനിക്ക് ഉണ്ണി എന്താ ചെയ്യണ്ടെന്നറിയോ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. മനസ്സിലായോ? ഒരെണ്ണം മതി കഴിക്കാൻ വേണ്ടിട്ട്. നമ്മൾ കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉച്ചക്കൊക്കെ നിങ്ങളില്ലേ ചോറ് പിള്ളേർക്ക് കൊടുത്തയക്കുമ്പോൾ ഇത് മാത്രം മതി കേട്ടോ. തൈര് ഒഴിച്ചിട്ട് ചോറ് മിക്സ് ചെയ്യുക, എന്നിട്ട് ഇത് മാത്രം കൊടുത്തയച്ചാൽ മതി. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കുഞ്ഞാമ്മി 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 നീക്കി നീക്കി മാമുണ്ണ ഏച്ചി ഒരു വായി വാരി കൊടുക്കണേ. അപ്പൊ തന്നെ എണീറ്റോളൂ. വേണ്ടേ? അപ്പോൾ നമ്മളെ വാവുകുട്ടി ഉറങ്ങ തന്നെയാണ്. ഉണ്ണിക്കുട്ടി എന്തായാലും കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ വാവുകുട്ടി പറഞ്ഞു പായസം മതിയെന്ന്. അപ്പം എന്തായാലും പായസം കൊടുക്കുക. പായസം കഴിക്കുമ്പോൾ ചോദിക്കുക വാവുകുട്ടിയോട് എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് കഴിക്കട്ടെ. എനിക്ക് മരുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. 5 ടാബ്ലറ്റ് ഉണ്ട്. 5 എണ്ണം കാണിച്ചു തരാം. അതുകൊണ്ട് ഒത്രയും ടാബ്ലറ്റ് ഇപ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ജൂബിലിയിലൊന്ന് പോയി എന്ന് പറഞ്ഞില്ലേ. എനിക്കാണെന്ന് വെച്ചാൽ മരുന്ന് കഴിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ മരുന്നിനാണെന്ന് വെച്ചാൽ എന്നെ നല്ല ഇഷ്ടമാണ്. എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടട്ടെ. അല്ലാതെ ഇപ്പം നമ്മൾ എന്താ ചെയ്യുക അല്ലേ. അപ്പം ഇത് കഴിക്കാനുണ്ട്. അപ്പം എന്തായാലും കഴിച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പം എൻ്റെ കുഞ്ഞുമണി എണീറ്റിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് പായസം ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ആറിയിട്ടില്ല. ഉണ്ണി മാമുണ്ട് എന്നിട്ടല്ലേ പായസം കഴിയും. ആ അപ്പൊ കഴിഞ്ഞ ആറാൻ വെച്ചിട്ടുണ്ട്. ലേശനി കേട്ടോ. ഇത്ര വലുതായെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുഞ്ഞാവേ എങ്ങനെയുണ്ട്? ചൂടുണ്ടാ? ചൂടുണ്ടാ? കഴിച്ചു നോക്കിട്ട് പറയാ എങ്ങനെയുണ്ടെന്ന്. ഇഷ്ടായോ? വർത്താനം അവളോട് പറയണോ? ഒന്ന് കട്ട് ചെയ്യോ? പറഞ്ഞോ. കുഞ്ഞാവ പഠിക്കാൻ വേണ്ടി കുഞ്ഞാവ ഇവളെ ഭീഷണിപ്പെടുത്ത കേട്ടോ. അപ്പൊ കുഞ്ഞാവിടെ തുടർ പഠനമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അത് വീഡിയോയിൽ പറയാട്ടോ. ഒക്കെ റെഡി ആയതിനു ശേഷം പറയാട്ടോ. ഓക്കെ. പായസം നന്നായിണ്ടോ? മാമുണ്ടിട്ടുണ്ടായിരുന്നില്ലടി. എനിക്കില്ലേ പായസം ഒന്നും അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് കഴിക്കാൻ തോന്നുമ്പോ ഇങ്ങനെ കഴിക്കുന്നില്ല. ഉറങ്ങി കണിക്കുമ്പോ ഇങ്ങനെ കിട്ടുന്നത് അല്ലേ. ഫുഡ് എപ്പോഴാണെങ്കിൽ എന്തെങ്കിലും കഴിക്കുമല്ലോ. എനിക്കത് അമ്മമ്മ അതുപോലെ ഉറങ്ങി കണിക്കുമ്പോ അമ്മമ്മയ്ക്ക് മമ്മിയുടെ സ്വഭാവം അറിയാം. ഉറങ്ങി കണിക്കുമ്പോഴത്തേനും എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി. എനിക്ക് ഇഷ്ടാട്ടോ. പപ്പടം തരാം. നിറയെ പപ്പടം ഉണ്ടാക്കിണ്ട് കുഞ്ഞിന് വേണ്ടിട്ട്. 10 എടുത്തോ? 10 ഇല്ല, അത് അധികം പറ്റല്ലേ. അത് ഇത്തിരി ഓവറായില്ലേ. 2 ഒരുപാട് പപ്പടം കഴിക്കണമെന്നല്ല. എന്താണ് പപ്പടം കൂട്ടി കഴിക്കാൻ എന്താ ടേസ്റ്റ്? ടേസ്റ്റ് ഉണ്ടോ? ശരി ശരി. പാവക്കുട്ടറെ മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുവോ? മക്കളെ പഠിപ്പിച്ചു കൊടുക്കും മമ്മി. എന്നാ ഇനി വേഗം കല്യാണം കഴിച്ചു വിടണം. എന്തിന്? എനിക്ക് ഉണ്ടാക്കിയതാണ് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞത്. എന്ത്? എനിക്ക് ഉണ്ടാക്കി തരാൻ. അതിന് വേഗം കല്യാണം കഴിച്ച് പോയിട്ടല്ലേ മക്കള് വരുള്ളൂ. എന്നെ കല്യാണം കഴിച്ചു വിടണം. ആ
എന്ത് 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 ഇഷ്ടാണോ? നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയാണ്. എന്താണ് കഴിഞ്ഞു അത്. അതെ, എന്നാലും വേണ്ടി ഞാൻ വേറെ ഉണ്ടാക്കി കൊടുക്കും. വഴുതിനി ഉണ്ട്. അപ്പൊ ഇത്രയും ടേസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത് പോരാ, എനിക്ക് വിഷമായി മമ്മി അത് കരിച്ച് കളഞ്ഞത്. ഇത്രയും നല്ല കറി ഞാൻ പിശുക്കിയിട്ടാ കൊറേ. അതിന് അതേ ക്വാണ്ടിറ്റിയില് വേറെ ഉണ്ടാക്കിയില്ല, അത് പോയ അതേപോലെ ഉണ്ടാക്കിണ്ടല്ലോ. അപ്പൊ അത് ഉണ്ടായിരുന്നെങ്കിൽ അത് ഇപ്പൊ തന്നെ ഞാൻ പിശുക്കിയില് കൊറേ എടുത്തു. ഈ പൊട്ടത്തിയാണ് ഉണ്ണിയെ. ആ ഗ്രേവി പോയതിന് പകരം ഗ്രേവി ഉണ്ടാക്കിയല്ലോ. പക്ഷെ എന്നാലും അതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ അതെങ്ങനെ രണ്ടും കൂടി ഉണ്ടാവില്ലല്ലോ? കരിഞ്ഞിട്ടില്ല, അതും കൊണ്ട് മാത്രമേ ഉണ്ടാക്കുള്ളൂ. പിന്നെ ഇത് രണ്ടാം വട്ടം ഉണ്ടാക്കാലോ. അതെ, എന്നെ അങ്ങോട്ട് കൊണ്ടോണ്ട സമയം വേഗം കഴിഞ്ഞു കൂടെ പറക്കി ഞാൻ പോണു. ഇതെന്തത്? രണ്ടു പപ്പടം തന്നെ. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ബൈ ബൈ വരാം. ബൈ വരാം. എന്റെ ഫോണിൽ വീഡിയോ എടുക്കോ? ബൈ വരാം. Bye.